രാക്ഷസ പ്രണയം. രചന പ്രണയിനി രാഖി. അവതരണം അഷിക. വൈദു കണ്ണുകൾ ചിമ്മിക്കാണിച്ചതും അച്ചുവിന് വലിയൊരു ആശ്വാസം തോന്നി. തന്നെ അമ്മ മനസ്സിലാക്കിയല്ലോ. തന്റെ അമ്മയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ തന്നെ അവിശ്വസിച്ചേനെ, ഇവിടെ നിന്ന് വരെ ഇറക്കി വിട്ടേനെ. അവൾ ആ ദിവസത്തെ ഓർമ്മകളിലേക്ക് പോയി. പക്ഷെ അന്ന് എന്താണ് നടന്നത്? താൻ വാഷ്റൂമിലേക്ക് പോയി ഇറങ്ങിയതിന് പിന്നെ തല കറങ്ങുകയും ബെഡിൽ കിടക്കുന്നത് വരെ ഓർമ്മയുണ്ട്. പിന്നീട് നടന്നാൽ ഓർക്കാൻ കൂടി പറ്റുന്നില്ല. പിന്നെ എഴുന്നേൽക്കുമ്പോൾ ദർശ് സാറിന്റെ റൂമിലാണ്. അവിടെ കണ്ട രൂപം ഓർമ്മ വന്നത്. അച്ചു കണ്ണുകൾ ഇറുക്കി അടച്ചു ഒന്ന് ശ്വാസം വലിച്ചു വിട്ടു. അവിടെ നിന്ന് പിന്നെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. അപ്പോഴാണ് ഇത് സാറിന്റെ കുടുംബമാണെന്ന് അറിഞ്ഞത് തന്നെ. അപ്പോൾ ഇത്രയും നേരം കിടന്നത് സാറിന്റെ ഗസ്റ്റ് ഹൗസിലാണെന്ന് ധ്രുവ് സാറ് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. എന്തൊക്കെയാ ദേവി എനിക്ക് ചുറ്റും നടക്കുന്നത്? അല്ല, അത് വൈദ്യമ്മയുടെ വാക്കുകൾ കേട്ടാണ് അച്ചു ഓർമ്മകളിൽ നിന്നും മുക്തയായത്. അച്ചു അമ്മേനെ നോക്കി. അത് എന്റെ ആങ്ങളുടെ മോന് വേണ്ടി അച്ചുവിന്റെ കാര്യം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. വൈദ്യു ഒരൽപ്പം ഭയത്തോടെ പറഞ്ഞു. അതിനെന്താ പെങ്ങളെ, അത് ഉറപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. ഈ കല്യാണം ലീഗലി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അവരോട് കാര്യങ്ങൾ പറഞ്ഞാ പോരെ? അല്ല, അങ്ങനെയല്ലേ ഏട്ടാ. ആങ്ങളെയും ചേട്ടത്തിയും ഇപ്പൊ ജീവനോടെ ഇല്ല. ഒരു ആക്സിഡന്റിൽ അവർ മരിച്ചുപോയി. അവരുടെ കൂടെയാണ് അച്ചുവിന്റെ അച്ഛനും. എല്ലാവരും ഒരു നിമിഷം മൗനമായി. ആ മൗനത്തെ ഭേദിച്ചുകൊണ്ട് അലോക് പറഞ്ഞു. എന്നാൽ ആങ്ങളുടെ മോനോട് നമുക്ക് സംസാരിക്കാം. എന്താ? വൈദ് സമ്മതമെന്ന് പറഞ്ഞത്. വൈദ് ഫോൺ എടുത്ത് സിദ്ധുവിന്റെ നമ്പറിലേക്ക് വിളിച്ചു. റിങ് പോകുന്നതല്ലാതെ കോൾ എടുക്കുന്നില്ല. കുറെ തവണ ആവർത്തിച്ചതും വൈദ് ഫോൺ ഓഫ് ചെയ്ത് അലോകിനോട് പറഞ്ഞു. ഏട്ടാ, അവൻ ഫോൺ എടുക്കുന്നില്ല. എന്നാൽ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. എന്നാൽ ഇതിന് നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയാവില്ല. സോ നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാം. അലോക് എല്ലാവരോടും പറഞ്ഞതും എല്ലാവരും സമ്മതം പറഞ്ഞു. അലോക് പറഞ്ഞതും വൈദു അച്ചുവിനെ ഒന്ന് നോക്കി. തന്റെ മകൾക്ക് ഏറ്റവും അവകാശപ്പെട്ടിടത്തേക്കാണ് ഈശ്വരൻ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അച്ചു നേരെ ദക്ഷിണ നോക്കി. അവിടെ യാതൊരു കുലുക്കവുമില്ല. സ്വന്തം മാരേജിന്റെ കാര്യമാണെന്ന് പോലും. അച്ചു അവിടെ നിന്ന് നേരെ ഐഷുവിനെ നോക്കി. ഐഷു കണ്ണുകൾ കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതും അച്ചു ദാദായെ നോക്കി ചിരിച്ചുകൊണ്ട് ഐഷുവിന്റെ അടുത്തേക്ക് വന്നു. ഐഷു അച്ചുവിന്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു. എടാ, ഇങ്ങേരെന്താടി ഇങ്ങനെ ഇരിക്കുന്നേ? ദശ തന്റെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ കോൾ വരുന്നതിനനുസരിച്ച് സംസാരിക്കുന്നുണ്ട്. എടി, നീയൊന്ന് സംസാരിക്കുന്നത് നല്ലതിനായിരിക്കും. അച്ചു എന്തെന്ന ഭാവത്തിൽ ഐഷുവിനെ നോക്കി. വേറെ ഒന്നുമല്ല, സാറിന് ഇതിൽ താല്പര്യമില്ലെങ്കിൽ അറിയാലോ. അതല്ല, ഇങ്ങനൊരു സംഭവം നടന്നതുകൊണ്ട് മാത്രമാണോ നിന്നെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചതെന്ന് അറിയാം. സാറിനെ ഈ വിവാഹത്തിനൊരു താല്പര്യക്കുറവുള്ളത് പോലെ എനിക്ക് തോന്നിയടാ. ഞാൻ എങ്ങനെയാ? എനിക്കങ്ങനെ കാണുമ്പോഴേ മുട്ടിടിക്കാൻ തുടങ്ങും. നീ എന്തായാലും ഒന്ന് സംസാരിക്കുകയും. അച്ചു വെറുതെ ഒന്ന് മൂളിയതേ ഉള്ളൂ. ഇങ്ങനെ കാണുമ്പോഴേ എന്റെ ഹൃദയം ടപ്പാങ്കൂത്ത് കളിക്കും. പേടിച്ചിട്ടാണെങ്കിൽ കയ്യും കാലും വിറക്കും. പിന്നെ എങ്ങനെയാ എന്റെ ദേവി, നീ തന്നെ ഒരു വഴി കാണിക്കണേ. കിച്ചു പെങ്ങൾക്കും പിള്ളേർക്കും റൂം കാണിച്ചു കൊടുത്തു. ഇന്നെന്തായാലും ഇവിടെ തന്നെ എല്ലാരും നിൽക്കട്ടെ. അതല്ലേ അച്ഛാ നല്ലത്? നരേന്ദ്രൻ ഒന്ന് മൂളി. അതാ നല്ലത്. പിന്നെ ആരുഷ് കൂടി വരാനില്ലേ? അവളും വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാൻ ഡേറ്റ്. അച്ഛാ, അങ്ങനെ തന്നെ ചെയ്യാം. വാ ചേച്ചി, മക്കളെ. കിച്ചു എല്ലാവരെയും വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു. കൂടെ വൈത്തു വാനരപ്പടകൾ. ഓ, എന്തു വലിയ മുറികളാ ഇവിടെയുള്ള. കിച്ചു കാണിച്ച മുറിയിൽ ചുറ്റും നോക്കിക്കൊണ്ട് മനു പറഞ്ഞു. 3 മുറികളാണ് കിച്ചു കൊടുത്തത്. മനു, കിച്ചു, കാർത്തി ഇവർക്കൊരു റൂമും, അച്ചു, ഐഷു, മറിയാമ്മ, ഗീത ഇവർക്കൊരു റൂമും, വൈത്തു അമ്മയ്ക്ക് ഒരു റൂമും. ഇടി, ഇവരൊക്കെ വല്ല രാജകുടുംബത്തിലും പെട്ടവരാണോ? എന്തൊക്കെ സൗകര്യങ്ങളാ. ഓ, ജനിക്കുവാണെങ്കിൽ ഇവിടെ ജനിക്കണം. മറിയാമ്മ ആ മുറിയൊന്ന് വീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. അതെ അതെ, ഗീതവും അവളെ സപ്പോർട്ട് ചെയ്തു. ഐഷു പിന്നെ തലക്ക് കൈയും കൊടുത്തിരിക്കുകയാണ്. ഇവിടെ കാല് കുത്തിയത് മുതൽ ചെവിതല കേൾപ്പിച്ചിട്ടില്ല. പിന്നെ അച്ചു ഇതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. ഇത്തിരി മുമ്പ് നടന്ന കാര്യങ്ങളുടെ ഷോക്കിലായിരുന്നു അവൾ. അമ്മായിയുമായി എല്ലാവരുടെ മുമ്പിൽ പോകുമ്പോഴാണ് ഞാൻ ദാദിയെ പതിയെ എഴുന്നേൽപ്പിച്ച് മുറിയിലാക്കി. ദാദിക്ക് നടക്കാൻ കുറച്ചു ബുദ്ധിമുട്ടുണ്ടെന്ന് അമ്മായി പിടിച്ചുകൊണ്ടുവന്നപ്പോൾ മനസ്സിലായി.
അതുകൊണ്ടാണ് തിരിച്ച് റൂമിൽ കൊണ്ടുപോയി ആക്കിയത്. അമ്മായി അവരെയും കൊണ്ട് മുകളിലേക്കാണ് പോയതെന്നറിയാം. അച്യുതാദ്യെ റൂമിലാക്കി നേരെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി എത്തിയത്. അവിടെ ഒരുപാട് മുറികളുണ്ട്. ചിലതൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. 2-3 മുറികൾ കഴിഞ്ഞതും ഒരു വളവ് കഴിഞ്ഞതും പെട്ടെന്നാരോ വന്ന് തന്നെ ആ മുറിയിലേക്ക് വലിച്ചു കയറ്റി. ഇരുട്ടായതിനാൽ ആദ്യമൊന്ന് പേടിച്ചെങ്കിലും പിന്നെ തപ്പിത്തടഞ്ഞ് ലൈറ്റിട്ടു. ആരാ? ഓ, ലൈറ്റിട്ടത് ഒരു ദീർഘനിശ്വാസം പുറത്തേക്ക് വിട്ടു. ഇവിടെ ആരും തന്നെ ഉപദ്രവിക്കില്ലെന്നറിയാം. എന്നാലും ഒരു പേടി. അവൾ ചുറ്റുവന്ന് നോക്കി. താൻ ലൈറ്റിട്ട ഭാഗത്ത് മാത്രമേ ലൈറ്റുള്ളൂ. മറുഭാഗത്ത് ഇരുട്ടാണ്. അവിടെ ആരോ നിൽക്കും പോലെ. ആരാ? ഇരുട്ടിൽ നിന്നും ആ രൂപം വെളിച്ചത്തേക്ക് വന്നതു. അച്ചുവെന്ന് ശ്വാസം വിട്ടു. ഓ, സാറായിരുന്നു. അഹി. ആ സാർ. നിനക്ക് മാരേജിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? അച്ചു ആദ്യം ഒന്ന് കണ്ണു വീഴ്ച നോക്കി. ഇത് ഞാനല്ലേ അങ്ങോട്ട് ചോദിക്കേണ്ടത്? അല്ല സാർ, എനിക്കൊരു കാര്യം. എന്താ? അത് എന്റെ ദേവി, പേടിച്ചിട്ട് കൈയും കാലും വരച്ചിട്ട് പോയി. എന്റെ മുന്നിൽ വിക്കി സംസാരിക്കരുത്. സോറി സാർ, സോറി സാർ. അവൾ ഒരുവിധം ധൈര്യം സംഭരിച്ചുകൊണ്ട് ഒന്ന് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് സംസാരിച്ചു. അത് സാർ, അന്നെന്താ നടന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിന്റെ പേരിലാണ് ഈ മാരേജ്. എങ്കിൽ സാറിന് ഇഷ്ടമല്ലെങ്കിൽ ഇതിൽ നിന്നും പിന്മാറാം. അവൾ 2 കണ്ണുകളടച്ച് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. പെട്ടെന്നാണ് തന്റെ കഴുത്തിൽ മുറുകിയ വേദനയിൽ ഇറുക്കിയ കണ്ണുകൾ വലിച്ചു തുറന്നു. അവന്റെ രൗദ്രഭാവം കണ്ടത്. തുറന്ന കണ്ണുകൾ അതേപടി അവൾ ഇറുക്കി അടച്ചു. അവൻ അവളെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് ചുവരിലേക്ക് തന്നെ ചേർത്ത് നിർത്തി. നിനക്ക് എന്താ അറിയേണ്ടത്? അന്ന് കടന്നത് എന്താണെന്നറിയണം. ദേഷ്യം കൊണ്ട് മുഖമാകെ വലിഞ്ഞു മുറുകി. നരമ്പുകൾ പിടഞ്ഞു പൊങ്ങി. അങ്ങനെയല്ല. കഴുത്തിലെ പിടി അവന്റെ ചുവന്ന കണ്ണുകളും കണ്ട് അച്ഛ ഒരുവിധം പറഞ്ഞു. ഇന്നാ ഇതിലുണ്ട് അന്ന് നടന്നതല്ല. അവൻ തന്റെ ഇടത് കൈ പോക്കറ്റിലിട്ടുകൊണ്ട് തന്റെ മൊബൈൽ എടുത്ത് അതിലെ വീഡിയോ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ആ വീഡിയോയിലേക്ക് പോകാം. അച്ചു ഡോറിൽ കൈവെക്കാൻ പോയത് തല കറങ്ങുന്നത് പോലെ തോന്നി. കൂടെ വല്ലാത്ത വേദന. വെട്ടിപ്പൊളയും പോലെ തലയിൽ കൈയും താങ്ങി അടുത്തുള്ള ബെഡിലിരുന്നു. പെട്ടെന്ന് തന്നെ കണ്ണിലിട്ട് കയറിയതും അവൾ ബെഡിലേക്ക് കുഴഞ്ഞു വീണു. അലക്സ് ഇതെല്ലാം കണ്ട് പതിയെ അവളുടെ അടുത്തേക്ക് ചുവട് വെച്ചു. എന്നാ സ്ട്രക്ചറാണ് മോളെ നിനക്ക്. അന്ന് മാൾ നിന്നെ കണ്ടപ്പോ തന്നെ തോന്നിയതാണ് ഒരു രാത്രിയെങ്കിലും വേണമെന്ന്. പക്ഷെ നിന്റെ ആ പേടിച്ചുള്ള നിൽപ്പുണ്ടല്ലോ, എന്റെ കൺട്രോള് മൊത്തം പോയി. അവളുടെ ശരീരം മൊത്തം ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. അന്ന് കരുതിയതാ നിന്നെ എനിക്ക് മടുക്കുവോളം എന്റെ കീഴിൽ വേണമെന്ന്. ഇപ്പോതാ സമയമായി. ഇനി ഒരു ദക്ഷിണും നിന്നെ എന്നിൽ നിന്നും പറിച്ചു മാറ്റാൻ പറ്റില്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ അട്ടഹസിച്ചു. പിന്നെ നിന്റെ സിദ്ധാർത്ഥില്ലേ, അവനെ ഞാനങ്ങ് തട്ടി. പാവം, ഇപ്പോ ഏതോ കാട്ടിൽ കിടപ്പുണ്ടാവും. ഇത് കേട്ടതും അച്ചു ഒന്ന് ഞെട്ടി. വെറുതെ അല്ല ഇവിടെ വന്നിട്ട് ഇതുവരെ കോളൊന്നും വരാത്തതും. അമ്മ പിന്നെ സിദ്ധുവിന്റെ കാര്യമൊന്നും പറഞ്ഞു കേട്ടുമില്ല. അവൾ ആ ദൃശ്യം ഒന്നുകൂടെ നോക്കി ഉമിനീരിറക്കി. ഇടയ്ക്ക് ദശനെ പാളി നോക്കുന്നുണ്ട്. ദശ അവളെ തന്നെ നോക്കുന്നത് കണ്ട് അച്ചു വേഗം നോട്ടം മാറ്റി ഫോണിലേക്ക് നോക്കി. അടുത്തത് എന്താണ് അലക്സ് ചെയ്യാൻ പോകുന്നതെന്നറിയാൻ അവൾ ഫോണിലേക്ക് സൂക്ഷ്മമായി നോക്കി. അച്ചുവിന്റെ മുഖത്തുകൂടി വിരലോടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവനോട് ഞാൻ പറഞ്ഞതാ നിന്നെ എനിക്ക് തന്നേക്കാൻ. അപ്പൊ അവൻ പറയാ ചത്താലും തരില്ലെന്ന്. എന്നാ പിന്നെ നീ പൊയ്ക്കോ എന്നും പറഞ്ഞു അവന്റെ കഴുത്തിൽ ആ കത്തി ഞാൻ കുത്തിയിറക്കി. സോ സിമ്പിൾ. പാവം, പിടഞ്ഞു മരിച്ചു. ഒരുതരം പുച്ഛത്തോടെ അവൻ പറഞ്ഞു നിർത്തി. വീണ്ടും അവളുടെ സാരിയിൽ പിടിച്ചുകൊണ്ട് അത് മാറിൽ നിന്നും മാറ്റിയതും അവളുടെ ഉയർന്നു താഴുന്ന മാറുകളെ അവൻ കൊതിയോടെ നോക്കി. ബാക്കി കാണാതെ അച്ചു കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി. പെട്ടെന്നാണ് അലക്സിന്റെ അലർച്ച കേട്ടത്. ആരോ വന്ന് അലക്സിന്റെ തലയിലടിക്കുന്നു. തലയിൽ നിന്നും ചോര വന്നതും അലക്സ് ബോധം കെട്ട് അച്ചുവിന്റെ കാലിന്റെ സൈഡിലേക്ക് വീണു. അവനെ അവിടെ നിന്ന് ഒരാൾ എടുത്തുകൊണ്ട് പോയതും ദക്ഷിന്റെ മുഖം കണ്ടത്. അച്ചു അറിയാതെ അലറിപ്പോയി. കയ്യിൽ നിന്നും ഫോൺ വീഴാൻ പോയതും ദശത് മുറുക്കെ പിടിച്ച് രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ദക്ഷിനെ കണ്ട് അച്ചു മിന്നിയിറക്കി തന്റെ അടുത്തിരിക്കുന്ന ദക്ഷിനെ ഒന്ന് നോക്കി. അവിടെ അതേ ഭാവം തന്നെയാണ്. ആരോ ഒരാൾ വന്ന് അലക്സിനെ എടുത്തുകൊണ്ട് പോകുന്നതും കൂടെ ദക്ഷ തന്നെ എടുത്തുകൊണ്ട് പോകുന്നതും അച്ചു ഒരു ഭയത്തോടെ നോക്കിക്കണ്ടു.
ആ നിമിഷം ദക്ഷിന്റെ മുഖം ഒരു സൈക്കോയെ പോലെ തോന്നി. പിന്നെ അച്ചു കാണുന്നത് ഒരു മുറിയിൽ കൊണ്ടുവന്ന് തന്നെ കിടത്തുന്നതാണ്. അലക്സിന്റെ തലയിലടിച്ചപ്പോ ചോരമൊത്തം അവളുടെ സാരിയിൽ തെറിച്ചു വീണിരുന്നു. ദക്ഷ തന്നെ അവളുടെ സാരി അഴിച്ചു മാറ്റുകയും കൂടെ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് ഇടുകയും ചെയ്തു. അത് കണ്ടതും അച്ചു ഉമിനീരിറക്കിക്കൊണ്ട് തന്റെ അടുത്തിരിക്കുന്ന ദക്ഷിനെ ഒന്ന് പാളി നോക്കി. അവിടെ തന്നെ ദൃഷ്ടി ഊന്നിയിരിക്കുകയാണ്. അത് കണ്ടതും അച്ചു വേഗം നോട്ടം മാറ്റി ഫോണിലേക്ക് നോക്കി. തന്റെ അടുത്ത് നിന്ന് മാറി ദക്ഷ് ഒരു കസേരയിലേക്ക് ഇരുന്നു. ദക്ഷിന്റെ മുന്നിലേക്ക് അലക്സിനെ ഒരാൾ എടുത്തുകൊണ്ടുവന്നു. അവന്റെ മുന്നിൽ കസേരയിൽ കൊണ്ടുവന്നിരുത്തി. അയാൾ പോവുകയും ചെയ്തു. ദക്ഷ് അവനെ ഒന്ന് ഇരുത്തി നോക്കിയതും അവന്റെ മുഖം നേരെയാക്കി കണ്ണുകളിലേക്കൊന്ന് നോക്കി. ദക്ഷ് സാരെ നിന്നും എന്തോ എടുക്കുന്നത് കണ്ടതും അച്ചു ആ വീഡിയോയെ ദക്ഷിനെ മാറി മാറി നോക്കി. വീഡിയോയിലേക്ക് നോക്കി അച്ചു ആദ്യമൊന്ന് സ്തംഭിച്ചു നിന്നുപോയി. പേടിയെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ദക്ഷ് താഴെയിൽ നിന്നും എന്തോ എടുത്തതും അതുകൊണ്ട് അലക്സിന്റെ കണ്ണിലേക്ക് ഒറ്റ കുത്തായിരുന്നു. പക്ഷേ അലക്സിൽ നിന്നും അനക്കമൊന്നും കേൾക്കാനത് അച്ചുവിന് എന്തോ സംശയം തോന്നി. അവനിൽ ഞാൻ ഹൈ ഡോസ് ഡ്രഗ്സ് കുത്തിവെച്ചിരുന്നു. ഉണരുമ്പോൾ മാത്രമേ ആ വേദന എന്താണെന്ന് അവൻ അറിയൂ. അവളുടെ മുഖത്തെ സംശയം കണ്ടതും അടുത്തു നിന്ന് ദക്ഷ് പറഞ്ഞു. ദക്ഷിന്റെ കയ്യിലെ സാധനം കണ്ടതും അച്ചുവിന്റെ ശരീരം കുഴയും പോലെ തോന്നി. സർജിക്കൽ നൈഫ്. അത് കണ്ടതും അച്ചു അറിയാതെ അലറി. ദക്ഷ കൈകൊണ്ട് കാണിച്ചതും അച്ചു ഒരു വിധത്തിൽ കൈകൊണ്ട് തന്റെ വാ പൊത്തിപ്പിടിച്ചു. കണ്ണുകൾ നിറഞ്ഞു. ഒരിക്കലും ഇങ്ങനെ ഒന്ന് നേരിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഒരു കാര്യം അച്ചുവിന് മനസ്സിലായിരുന്നു. ഈ കാണുന്നയാളല്ല ദക്ഷെന്ന്. അതുക്കും മേലെ ദക്ഷ അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തിയത്. അച്ചുവിന്റെ ശരീരം കാലില പോലെ വിറയ്ക്കാൻ തുടങ്ങി. ആ വിറയിൽ അവനും അറിയുന്നുണ്ടെങ്കിലും അത് പാടെ അവഗണിച്ചുകൊണ്ട് അവളെ അവിടുത്തെ സോഫയിൽ കൊണ്ടുപോയിരുത്തി. എന്നിട്ട് മുന്നിലെ സ്ക്രീൻ ഓപ്പൺ ചെയ്തത് അതിൽ നേരത്തെ കണ്ട അതേ വീഡിയോ ബാക്കി പ്ലേ ചെയ്യാൻ തുടങ്ങി. അച്ചു അത് കാണാൻ വയ്യാതെ ഇരു കൈകൾ കൊണ്ടും കണ്ണുകൾ പൊത്തിപ്പിടിച്ചു. ഓപ്പൺ യുവർ ഐസ് ബേബി. അത്രയും നേരം കണ്ണുകൾ അടച്ചിരുന്ന അച്ചു ദക്ഷിന്റെ ക്രൂരത നിറഞ്ഞ ശബ്ദം കേട്ടതും കൈകൾ മാറ്റിക്കൊണ്ട് അവനെ നോക്കി. അവന്റെ മുഖഭാവം കണ്ടതും അച്ചു ഭയന്നു. വേണ്ട വേണ്ട സർ, പ്ലീസ്. നോ, നിനക്ക് കാണണ്ടേ അവനെ ഞാൻ കൊല്ലാക്കൊല ചെയ്തത്? വേണ്ടെന്ന് തല ഇരുവശത്തേക്കും വെട്ടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഇനി നിനക്ക് ഇതിൽ നിന്നും പിന്മാറണം. അവനൊരു ക്രൂരമായ ചിരിയോടെ അവളെ നോക്കി ചോദിച്ചു. വേണ്ട. ഗുഡ് ഗേൾ. പിന്നെ ഇത് നമ്മൾ 3 പേരല്ലാതെ വേറെ ആരും അറിയരുത്. അതിലൊരു ഭീഷണി ഉണ്ടായതായി അവൾക്ക് തോന്നി. അറിഞ്ഞാൽ? ഒരു താക്കീത് പോലെ അവൻ പറഞ്ഞതും അവളില്ലെന്ന് തലയാക്കി. അച്ചു, നീ എന്താലോചിച്ച് നിൽക്കുക? ഐഷുവിന്റെ വിളിയിൽ ഞെട്ടിപ്പോയവൾ. നിന്റെ മുഖം എന്താ വിളറിയതുപോലെ ഇരിക്കുന്നേ? ഒന്നുമില്ലടാ, ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചതാ. സാറിനോട് സംസാരിച്ചോ നീ? ഒന്ന് സംസാരിച്ചതിന്റെ കണ്ടത്. ഇനി വയ്യ. എന്തു പറഞ്ഞു? അച്ചു പിന്നെയും ഒന്നും മിണ്ടാതെ നിന്നതും ഐഷുവിന് കലികേറി. എടി, നിന്നോടാ ഞാൻ ചോദിച്ചേ, അച്ചുവിനെ കുലുക്കിക്കൊണ്ട് ചോദിച്ചു. പിന്നെ ഐഷുവിനെ കൊണ്ട് നേരെ ബാൽക്കണിയിലേക്ക് പോയി എല്ലാം പറഞ്ഞു. ഐഷു, ഐഷു, എന്റെ ദേവി, തട്ടിപ്പോയാ? ഇത്രയും കേട്ട ഇവളുടെ ഗതി ഇങ്ങനെയാണെങ്കിൽ ഫോണിൽ കണ്ട എന്റെ കാര്യം. ഐഷുവിനെ കുലുക്കി വിളിച്ചുകൊണ്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു. മോളെ ഐഷു. എന്നിട്ടും പ്രതികരണമില്ലെന്ന് കണ്ടതു അച്ചു അവളുടെ കവളിനിട്ട് ഒന്ന് കൊടുത്തു. അമ്മേ. ഐഷു കവളിൽ കയ്യും വെച്ച് ഒറ്റയിരിപ്പായിരുന്നു. എടി മഹാബാബി, എന്റെ പൂ പോലെ ഇരിക്കുന്ന കവളിലാണ് നീ അടിച്ചു പൊട്ടിച്ചത്. ഐഷു കവളിൽ കൈവച്ചുകൊണ്ട് അച്ചുവിനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. രാവിലെ അച്ചുവും ഐഷുവും എഴുന്നേറ്റ് കുളിച്ച് താഴേക്ക് ചെന്നതും ചേറിറങ്ങി ചെന്ന ഐഷു ഹാളിലിരിക്കുന്ന 4 പേരെ കണ്ട് അച്ചുവിനോട് ചോദിച്ചു. ആരാടിയത്? സാറിന്റെ അച്ഛന്റെ ആരെങ്കിലും ആയിരിക്കും. ഐഷു ഒന്ന് മൂളിക്കൊണ്ട് താഴേക്ക് നടന്നു. കൂടെ അച്ചു. മക്കള് വന്നോ? ഐഷുവിനെയും അച്ചുവിനെയും കണ്ട് അലോക് ചോദിച്ചു. 2 പേരും ഒന്ന് ചിരിച്ചു കാണിച്ചു. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. അലോകിനെ കണ്ട് ചിരിച്ചു തിരിഞ്ഞ ഐഷു തങ്ങളെ ദഹിപ്പിച്ചു നോക്കുന്ന ഒരു സ്ത്രീയെയാണ്. കൂടെ ഒരു മോളുമുണ്ട്. അതും അതുപോലെ തന്നെ ഞങ്ങളെ കണ്ണുരുട്ടി കാണിക്കുന്നുണ്ട്. എടി അച്ചു, ഇവിടെ ആരെങ്കിലും കത്തിവേഷം ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. എന്താ? ദേ അങ്ങോട്ട് നോക്കിയേ. 2 പേര് നവരസങ്ങൾ കാണിച്ച് നമ്മൾ നോക്കുന്നുണ്ട്.
ആ മക്കൾ എഴുന്നേറ്റോ? അങ്ങോട്ട് വന്ന കിച്ചു ചോദിച്ചു. ആ അച്ഛ സോഫയിൽ ഇരിക്കുന്നവരെ കണ്ട് സംശയത്തോടെ അമ്മായിയെ നോക്കി. ഇതൊക്കെ ആരാണെന്ന് മനസ്സിലായിട്ടില്ല അല്ലേ? ഇതാ ഋഷി, ഭർത്താവ് സഞ്ജയ്, ഹലോകേട്ടന്റെ ഒരു പെങ്ങളാണ്. ഇവിടുത്തെ ദാതയുടെയും ഏകമകൾ. ഇത് മൂത്ത മകൾ ആരോഹി, ഇത് ഇളയ മകൾ അഹാന. കിച്ചു പരിചയപ്പെടുത്തിയത്. അച്ചുവും ഐഷുവും 4 പേരെയും നോക്കി ഒന്ന് ചിരിച്ചു. അമ്മയും മൂത്ത മകളും 2 പേരെയും പുച്ഛിച്ചു. അഹാനയും സഞ്ജയും ഇരുവർക്കും പുഞ്ചിരി നൽകി. എടാ, അമ്മയും മക്കളും ഒരേ വേവ് ലെങ്ത് ആണെന്ന് തോന്നുന്നു. അച്ഛനും ഇളയ മകളും കുഴപ്പമില്ല, ഇവർക്ക് 2 പേർക്കും ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്. ഐഷു അച്ചുവിന്റെ ചെവിയിൽ സ്വകാര്യം പോലെ പറഞ്ഞു. നാത്തൂനെ, ഇതാണ് അഹല്യ. കിച്ചു പരിചയപ്പെടുത്തിയതും അവർ പുച്ഛിച്ചു. ഓ, ഇവളെ കണ്ടിട്ടാണോ ദശുമോൻ മതി എന്ന് പറഞ്ഞത്? പട്ടിക്കാട്ടിൽ നിന്ന് വന്നോക്കെ. ആരു? ഹലോക് ദേഷ്യത്തോടെ വിളിച്ചത് അവർ വാടിച്ചു വെച്ചു. അത് കേട്ടതും അച്ചുവിന് സങ്കടമായെങ്കിലും ഇവരോട് വിവാഹം നടന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെന്ന് അവർക്ക് സംസാരത്തിൽ നിന്ന് മനസ്സിലായി. ഐഷുവിന് ആകെ വിറഞ്ഞു കയറിയിരിക്കുകയാണ്. അതവളുടെ മുഖത്ത് നിന്നും അച്ചുവിന് മനസ്സിലായി. ആരുവിനെ ദേഷ്യത്തോടെ നോക്കി തിരിഞ്ഞ ലോകു പെട്ടെന്ന് സ്റ്റെയറിൽ നിൽക്കുന്ന വൈദുവിനെ കൊണ്ടൊന്ന് ഞെട്ടി. വൈദു ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട അലോകിനെ നോക്കി ഒന്ന് ചിരിച്ചു. വായട്ടെത്തി, കിച്ചു പരിഭ്രമിച്ചുകൊണ്ട് പറഞ്ഞു. വൈദു ഒന്ന് ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തിരുന്നു. വൈദുവിനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അമ്മയും മക്കളും തിരിഞ്ഞിരുന്നു. വൈദുവിന് സങ്കടമായെങ്കിലും ഒന്നും പറഞ്ഞില്ല. അമ്മേ, പെട്ടെന്ന് തന്റെ അടുത്തൊരു സൗണ്ട് കേട്ടത് വൈദു തിരിഞ്ഞു നോക്കി. 10-16 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി തന്നെ നോക്കി നിറചിരിയാലിരിക്കുകയാണ്. വൈദുവിന് അച്ചുവിനെ ഓർമ്മ വന്നു. അവളും പണ്ട് ഇങ്ങനെയായിരുന്നു. അമ്മേ, ഒന്നും കൂടി ചിനുങ്ങി വിളിച്ചത്. വൈദു അവളുടെ നെറുകയിൽ ചുംബിച്ചു. എന്തോ, അമ്മ പറഞ്ഞൊന്നും കാര്യാക്കണ്ട. അമ്മയും ചേച്ചി ഇങ്ങനെയാ. ഒരേ ഒരു മകളായതിന്റെ അഹങ്കാരവും അമ്മയ്ക്ക്. ചേച്ചിക്ക് പിന്നെ അമ്മയുടെ സ്വഭാവമാണ്. ചിരിച്ചുകൊണ്ട് തന്റെ ചെവിട്ടിൽ സ്വകാര്യം പോലെ പറയുന്നവളെ വൈദു നോക്കി തലയാട്ടി. ഉമ്മ. അവളിലൊരു ഉമ്മ കൊടുത്ത് അച്ചുവിനെ നോക്കി കൊഞ്ഞനം കുത്തി കാണിച്ചു അവൾ. അച്ചു പല്ല് കടിച്ചുകൊണ്ട് അവളെ നോക്കി. തന്റെ അമ്മയുടെ അടുത്ത് ഇത്രയും ക്ലോസ് ആയിരിക്കുന്നത് കണ്ട് അച്ചുവിന് കുശുമ്പ് കയറി. ഐഷു അച്ചുവിന്റെ മുഖഭാവങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് പെണ്ണിൽ കുശുമ്പ് നിറയുന്നത് കാണുന്നത്. ഒരു പ്രത്യേക ഭംഗിയാണ് ഇപ്പൊ അവളെ കാണാൻ. പെട്ടെന്ന് ഐഷു വൈദു അമ്മയെ നോക്കിയത്. അവിടെ ഒരാൾ അച്ചുവിന്റെ മുഖഭാവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണെടുക്കാതെ ഐഷു ഒന്ന് ഉമിനീരിറക്കി. അച്ചു പിന്നെ ഇതൊന്നും നോക്കാതെ തന്റെ അമ്മയുടെ അടുത്തിരുന്ന് കൊഞ്ചുന്നവളെ നോക്കുകയാണ്. ഐഷു കയ്യിൽ തട്ടിയപ്പോഴാണ് അവൾ നോട്ടം മാറ്റിയത്. എന്താ, നീ ഒന്ന് നേരെ നോക്കിയേ എന്ന് കണ്ണുകൊണ്ട് കാണിച്ചത്. അച്ചു എന്താണെന്ന് ഒന്നുകൂടി ചോദിച്ചു. കണ്ണുകൊണ്ട് നേരെ ഒന്ന് കാണിച്ചതും അച്ചു നേരെ നോക്കി. അവിടെ തന്നെയും നോക്കി നിൽക്കുന്ന ദക്ഷനെ കണ്ട് അച്ചു ഒന്ന് പതറി. അവൻ തന്റെ കണ്ണിലേക്ക് നോക്കുന്നത് കണ്ടതും അച്ചു ഒന്ന് പിടഞ്ഞുകൊണ്ട് കണ്ണു മാറ്റി. എന്നാൽ ഇതെല്ലാം ഒരാൾ കണ്ടതും അവൾ കൈകൾ നെരിച്ചുകൊണ്ട് തന്റെ ദേഷ്യം നിയന്ത്രിച്ചു. ഇതൊന്നും കാണാൻ വയ്യാതെ അവൾ നേരെ മുകളിലേക്ക് പോയി. മോളെ, ഞാനും വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആരുഷിയും അവളുടെ കൂടെ കയറിപ്പോയി. റൂമിലെത്തിയതും ആരോഹി അവിടെ കണ്ട എല്ലാ സാധനങ്ങളും അടിച്ചു തകർത്തു. വിടില്ല, ദശ് എന്റേതാണ്, എന്റെ മാത്രം. ഒരാൾക്ക് ഞാൻ വിട്ടുതരില്ല. കുഞ്ഞുനാൾ മുതൽ മനസ്സിൽ കയറിയ രൂപമാ. ദക്ഷിണ കിട്ടില്ലെങ്കിൽ നിന്നെ, അഹല്യ, നിന്നെ ഞാൻ കൊല്ലാക്കൊല ചെയ്യും. ഞാൻ എന്നെ നിനക്ക് അറിയില്ല അഹല്യ, വെച്ചേക്കില്ല നിന്നെ. അവൾ തന്റെ മുടിയിൽ പിടിച്ചുകൊണ്ട് അലറി. സത്യ തന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അലക്സിന്റെ കൊലപാതകം അറിഞ്ഞതും അലക്സിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അന്നു മരിച്ചവരുടെ റിപ്പോർട്ടും തമ്മിൽ ഒത്തുനോക്കി എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന്. സത്യയ്ക്ക് അതിൽ നിന്നും ഒന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. മാത്രമല്ല, ഈ കൊലപാതകം തികച്ചും വ്യത്യസ്തമാണ്. രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അജീഷ് സർ, അലക്സിന്റെ ബോഡി എവിടുന്നാ കിട്ടിയത്? കാട്ടിൽ നിന്നാ. പക്ഷെ സാർ, അവിടുന്ന് വേറൊരു തെളിവുകളും തന്നെ കിട്ടിയില്ല. ഒരു ഫിംഗർ പ്രിന്റ് പോലും കിട്ടിയില്ല. എന്തോ ആലോചിച്ചു നിന്ന് സത്യ തന്റെ കണ്ണുകളടച്ച് ചെയറിലേക്ക് ചാരിയിരുന്നു. തുടരും.